സൗദി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനസ്. സൗദിയിലെ പ്രധാനപ്പെട്ട 3 നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സാണ് STC, മൊബൈൽ, സെയിൻ എന്നുള്ളവ. ഇവർക്ക് പുറമെ ധാരാളം ഓൺലൈൻ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സുമുണ്ട്. ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ജെവി സിം ആയിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ജെവി ഉപയോഗിക്കുന്നത് STC നെറ്റ്വർക്ക് ആണെന്നുള്ളതാണ്. STC റേഞ്ചിലുള്ള സ്ഥലത്തെല്ലാം തന്നെ ജെവി ഉപയോഗിക്കാൻ സാധിക്കും. ജെവി ഉപയോഗിക്കാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. ജെവിയുടെ പ്ലാനുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു പ്ലാൻ വാങ്ങിയതിന് ശേഷം ആ പ്ലാൻ നമുക്ക് 3 ജെവി നമ്പറിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ റൂമിൽ 3 പേരുണ്ട്. 3 പേര് ഉപയോഗിക്കുന്നത് ജെവി സിം ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു പ്ലാൻ വാങ്ങിക്കഴിഞ്ഞാൽ ആ പ്ലാൻ മറ്റ് 2 പേർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാൻ വാങ്ങിയ ആളുടെ ജെവി അക്കൗണ്ടിലേക്ക് മറ്റ് 2 നമ്പറും ആഡ് ചെയ്തിരിക്കേണ്ടതുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ജെവി അക്കൗണ്ടിലേക്ക് മറ്റൊരു ജെവി നമ്പർ ആഡ് ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് പ്ലാനുകൾ ആ നമ്പറിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അൺലിമിറ്റഡ് ഓഫറുകൾ ഈ രീതിയിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതല്ല. ബാക്കിയെല്ലാം തന്നെ ഉദാഹരണത്തിന് 10 GB, 20 GB, 5 GB അല്ലെങ്കിൽ 1000 മിനിറ്റ് തുടങ്ങി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. നമ്മൾ 70 റിയാലിൻ്റെ പ്ലാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് 20 GB ഡാറ്റയും 5 GB സോഷ്യൽ മീഡിയയും 500 മിനിറ്റുമാണുള്ളത്. നമ്മൾ 3 പേർക്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു 10 GB, ഒരാൾക്ക് വേണമെങ്കിൽ 5 GB, മറ്റൊരാൾക്ക് വേണമെങ്കിൽ GB വേണ്ടെന്ന് വെക്കാം. അതുപോലെ തന്നെ 500 മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ തോന്നിയ പോലെ ഷെയർ ചെയ്യാം. ഇങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ജെവി സിമ്മിൽ മാത്രമാണ്. അതോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം, ജെവി 1.0 ഇപ്പോൾ ജെവി 2.0 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ കാണിച്ചുള്ള ജെവി 2.0 ആണ്. നിങ്ങളുടെ പഴയ ജെവി സിം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇപ്പോൾ ജെവി 1.0 ആയിരിക്കും. അധികം വൈകാതെ ഓട്ടോമാറ്റിക്കായി തന്നെ അത് ജെവി 2.0ലേക്ക് മാറുന്നതാണ്. അങ്ങനെ ജെവി 2.0ലേക്ക് മാറുന്ന സമയത്ത് വോൾട്ട് സർവീസെല്ലാം ലഭിക്കുന്നതാണ്. വൈഫൈ കോൾ ചെയ്യാനുള്ള ഓപ്ഷനും കോൾ ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ലഭിക്കാനുള്ള ഓപ്ഷനെല്ലാം തന്നെ ജെവി 2.0ലേക്ക് മാറുന്നതോടെ ലഭിക്കുന്നതാണ്. വളരെ പഴയ സിം ആണെന്നുണ്ടെങ്കിൽ വോൾട്ട് സർവീസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിം മാറ്റേണ്ടി വന്നേക്കാം. ഏതായാലും നമുക്ക് എങ്ങനെ മറ്റൊരു നമ്പർ നമ്മുടെ ജെവി അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാൻ ചെയ്യുന്ന വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ആക്കി വെച്ചാൽ ഞാൻ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഫോളോ ചെയ്യുക. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജെവി 2.0 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ജെവി 1.0 ആണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ജെവി 2.0ലേക്ക് മാറാനുള്ള SMS നമുക്ക് ലഭിക്കുന്നതാണ്. ഞാൻ സ്ക്രീൻ കാണിച്ചതുപോലെ ഒരു മെസ്സേജ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ജെവി 1.0 ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ ജെവി 2.0 പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്ത് അതിലേക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. അത്തരത്തിൽ ജെവി 2.0 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഈ ജെവി 2.0യിലുള്ള ഈ അക്കൗണ്ട് എങ്ങനെ മറ്റൊരു ജെവി അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നത് പോലെ ഒരു ജെവി അക്കൗണ്ടിൽ നാം വാങ്ങിയിട്ടുള്ള പ്ലാൻ 3 നമ്പറിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്ക് ഓൾറെഡി വേറെ 2 ജെവി നമ്പറുണ്ട്. ആ 2 കൂടെ ഞാൻ ഒരു അക്കൗണ്ട് ആക്കി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് 3ാമതായി ഈ ഒരു നമ്പർ കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് 3 നമ്പറിലേക്ക് കൂടെ ഒരൊറ്റ പ്ലാൻ വാങ്ങിയാൽ മതിയാവുന്നതാണ്. ശേഷം എനിക്ക് ആവശ്യം പോലെ പ്ലാനുകൾ പരസ്പരം ഷെയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ജെവി അക്കൗണ്ടിൽ ഈ ഒരു നമ്പർ മാത്രമാണുള്ളത്. ഈ ഒരു നമ്പർ മറ്റ് 2 നമ്പറിൻ്റെ കൂടെയുള്ള അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി ഹോം പേജിൽ ഇടതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് നിന്ന് ഓപ്ഷൻസിൽ നിന്നും മാനേജ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള മാനേജ് നമ്പേഴ്സിൻ്റെ താഴെ നമ്മുടെ നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. അത് തൊട്ട് താഴെ മൂവ് ടു അതർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ഫോർ ദിസ് നമ്പർ എന്നുള്ള മറ്റു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. 3ാമതായി ടെർമിനേറ്റ് സിം എന്ന് കാണാം. ഈ സിം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സിം ഒഴിവാക്കാൻ വേണ്ടി ഓപ്ഷൻ ഉപയോഗിക്കാം. അനാവശ്യമായി ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സിം ക്യാൻസൽ ആക്കരുത്. ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ പിന്നീട് സിം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മുകളിലത്തെ 2 ഓപ്ഷൻ നോക്കാം. മൂവ് ടു അതർ അക്കൗണ്ട് എന്നുള്ളത് ഈ നമ്പർ മറ്റൊരു ജെവി അക്കൗണ്ടിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നിലവിൽ ഈ നമ്പറിലുള്ള എല്ലാ പ്ലാനുകളും ക്യാൻസലായി പോകുന്നതാണ്. 2ാമത്തെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ഫോർ ദിസ് നമ്പർ എന്നുള്ളത് ഈ ഒരു നമ്പറിൽ പുതിയൊരു ജെവി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മറ്റു നമ്പറുകൾ ഇതിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടെ ചെയ്യുന്നത് മൂവ് ടു അതർ അക്കൗണ്ട് ആയതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലുള്ളൊരു പോപ്പ് ബോക്സ് വരുന്നതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാലറ്റിലുള്ള പ്ലാനുകൾ, അഡ്വാൻസ്, അതുപോലെ ഹിസ്റ്ററി എന്നിവയെല്ലാം പോകുന്നതാണ്. അത് ഓക്കെ ആണെങ്കിൽ മൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് നമ്പറിലേക്കാണോ ഇത് മൂവ് ചെയ്യാൻ പോകുന്നത് ആ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്പസമയത്തിനകം വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പറിലേക്ക് OTP ലഭിക്കുന്നതാണ്. ലഭിച്ച OTP എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണിച്ച ടൈം കഴിയുന്നതിന് മുമ്പായിക്കൊണ്ട് OTP എൻ്റർ ചെയ്യേണ്ടതാണ്. ടൈം കഴിഞ്ഞാൽ റീസെൻറ്റ് കോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ കോഡിന് അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഓൾ ഡൺ യുവർ ട്രാൻസ്ഫർ ടു അതർ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
ഇപ്പോൾ ജെവി 2.0 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ യുവർ നമ്പർ ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് എന്നുള്ളൊരു മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അക്കൗണ്ടിലേക്ക് ഈ നമ്പർ ആഡ് ആവുന്നതായി കാണാൻ സാധിക്കും. ഇപ്പോൾ ആപ്ലിക്കേഷൻ റീഫ്രഷ് ആയിട്ടുണ്ട്. ഈ നേരത്തെ ചെയ്തതുപോലെ ഇടതുവശത്ത് കാണുന്ന പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 3 നമ്പർ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ജെവിയുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു നമ്പർ കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 694 എന്നുള്ളൊരു നമ്പറുള്ള അക്കൗണ്ടാണ്. അതിൽ പ്ലാനുകളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നതല്ല. എനിക്ക് വേറെ 2 നമ്പറുണ്ട്. അതിൽ 3324 എന്നുള്ള നമ്പർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അതിൽ പ്ലാൻ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലാൻ മറ്റു നമ്പറിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി മുകളിൽ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലുള്ള 3 നമ്പേഴ്സും കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ കാണുന്ന നമ്പർ അല്പം മങ്ങി കിടക്കുന്നുണ്ട്. ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നമ്പർ ആക്റ്റീവായി വരുന്നതാണ്. ഇപ്പോൾ അതിൽ പ്ലാൻ ഒന്നും കാണിക്കുന്നില്ല. 0 GB ലെഫ്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് ഡാറ്റ ബാലൻസ് ആണ്. ഇനി കോൾ ബാലൻസ് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇടതുവശത്തേക്ക് സ്വൈപ്പ് ചെയ്യാം. അപ്പോൾ കോൾ ബാലൻസ് കാണാൻ സാധിക്കും. ഇവിടെയും ജെവി അക്കൗണ്ടിലെ 3 നമ്പർ കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനത്തെ നമ്പർ ഹൈഡായി നിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിമേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ നമ്പർ ഒന്ന് ആക്റ്റീവ് ചെയ്യുന്നതാണ്. പക്ഷേ അതിലിപ്പോൾ 0 മിനിറ്റാണ് കാണിക്കുന്നത്. അതിലേക്ക് മിനിറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ ആ നമ്പറെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വലതുഭാഗത്ത് കാണുന്ന ആ ഒരു റൗണ്ടിൽ ചില മാറ്റം വന്നതായി കാണാൻ സാധിക്കും. ശേഷം നമുക്ക് ഇതിൽ കാണുന്ന ആരോഗ്യം പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുമ്പോൾ മിനിറ്റ് കൂടുന്നതും കുറയുന്നതും കാണാൻ സാധിക്കുന്നതാണ്. ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയ നമ്പറിലേക്ക് മിനിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഡാറ്റയും ആഡ് ചെയ്യാം. അതിനു വേണ്ടി ഓരോ പ്ലാനിൻ്റെയും മുകളിൽ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന ഡാറ്റ ബാലൻസ് ആണ്. നേരത്തെ നമ്മൾ ആഡ് ചെയ്തത് കോൾ ചെയ്യാനുള്ള മിനിറ്റ് ആയിരുന്നു. അത് കാണാൻ വേണ്ടി ഇടതുവശത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ മിനിറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ നമ്പറിലേക്ക് ഞാൻ 16 മിനിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാറ്റ ആഡ് ചെയ്യാം. അതിനുവേണ്ടി വലതുവശത്തേക്ക് സ്വൈപ്പ് ചെയ്ത് ഡാറ്റയിലേക്ക് പോകാം. ഇപ്പോൾ 3ാമത്തെ നമ്പർ ഹൈഡായി നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ആ നമ്പർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ നമ്പർ ഓൺ ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഡാറ്റ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. വലതു ഭാഗത്ത് കാണുന്ന ഈ ഒരു റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് ഈ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയുടെ അളവ് മാറ്റാൻ കുറക്കാമെല്ലാം സാധിക്കുന്നതാണ്. ജെവി 1.0 ഉണ്ടായിരുന്നത് അതുപോലെ അത്ര എളുപ്പമല്ല. 2.0ൽ ഡാറ്റകൾ ഷെയർ ചെയ്യാനും അതുപോലെ മിനിറ്റുകൾ ഷെയർ ചെയ്യാനും. ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഡാറ്റയും മിനിറ്റും എല്ലാം തന്നെ ഞാൻ പുതിയ നമ്പറിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ജെവി നമ്പർ മറ്റു ജെവി അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് പ്ലാനുകൾ ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ജെവിയിലേക്ക് ബാലൻസ് ആഡ് ചെയ്യാൻ വേണ്ടി വലതു ഭാഗത്ത് മുകളിൽ കാണുന്ന വാലറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സവാർ റീചാർജ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പൈസ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി കാർഡോ ഡിജിറ്റൽ റീചാർജ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ്. പ്ലാനുകൾ വാങ്ങാൻ വേണ്ടി ഈ പേജിൻ്റെ താഴെ കാണുന്ന ഷോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് പല തരത്തിലുള്ള പ്ലാനുകൾ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള പ്ലാൻ സെലക്ട് ചെയ്യാം. ശേഷം ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ വാങ്ങാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ബൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റീചാർജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് റീചാർജ് യുവർ വാലറ്റ് ക്ലിക്ക് ചെയ്താൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഞാൻ സെലക്ട് ചെയ്ത പ്ലാൻ പ്രകാരം 100 രൂപയാണ് റീചാർജ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. 100 രൂപ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15% ടാക്സ് അടക്കം 115 നൽകേണ്ടതാണ്. റീചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ ആഡ് ചെയ്തുള്ള കാർഡുകൾ ഉപയോഗിക്കാം. നിങ്ങളുടെ അക്കൗണ്ടിൽ കാർഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി പേ വിത്ത് അതർ ക്രെഡിറ്റ് കാർഡ് ഒന്ന് ഉപയോഗിക്കാം. ഞാൻ ആപ്പിൾ പേ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. മദ കാർഡ് ഉപയോഗിക്കാം. STC പേ ഉപയോഗിക്കാം. STC കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ബാലൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന വാലറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ സവാർ റീചാർജ് എന്ന് കാണാം. ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കേണ്ടതാണ്. ഇങ്ങനെ പണം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് റീചാർജ് ചെയ്തുകൊണ്ട് നമ്മുടെ ജെവി അക്കൗണ്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ജെവി അക്കൗണ്ടിലേക്ക് മറ്റൊരു ജെവി നമ്പർ ആഡ് ചെയ്യുന്നതും പ്ലാനുകൾ ഷെയർ ചെയ്യുന്നതും. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. യൂട്യൂബിലും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.